ശ്രീ എസ് കെ സജീഷ്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ഹെലികോപ്റ്റർ എന്നുള്ള വിഷയം തന്നെ പറയാൻ എന്ത് മോറൽ റൈറ്റ് ആണുള്ളത്? അങ്ങനെ ചോദിക്കും. ശ്രീ ഷഫീർ, ഓവറാക്കരുത് കേട്ടോ. അല്ല, ഒരു സെക്കൻഡ് ശ്രീ ഷഫീറെ, ഓവറാക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനമൊക്കെ ശരി, ഓവറാക്കരുത്. ചോദിക്കുമ്പോ അങ്ങനെ ചോദിക്കുന്നത് അമ്മാതിരി ഡയലോഗൊന്നും വേണ്ട. ഓക്കെ, എനിക്കുണ്ട്. എന്നോട് എന്താ അങ്ങനെ ചോദിക്കുന്നൊക്കെ പറയാൻ താനാരാ? എന്ത് മര്യാദ എന്നെ പഠിപ്പിച്ച? അങ്ങനെ ചോദിക്കുന്ന ബ്രീഫ് ചെയ്യാൻ, അങ്ങനെ ചോദിക്കുന്ന അകമ്പടി പറയാൻ താങ്കൾ ആരാണ് ശ്രീ ഷഫീർ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണ ഒക്കെ വേണ്ടേ? നിങ്ങൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്? അയ്യപ്പദാസ് എന്നെ പഠിപ്പിക്കാൻ നിൽക്കല്ലേ? തിരിച്ചും വേണ്ട. ഞാൻ അങ്ങേ അച്ഛൻ പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും, ഇങ്ങേ അച്ഛൻ വന്ന തനി തറയാണല്ലോ തെണ്ടി. വേണ്ട, അധികാരത്തിന് ഹുങ്ക് കാണിക്കരുത് ഷഫീർ, അധികാരത്തിന് ഹുങ്ക് കാണിക്കരുത്. എന്ത് വരട്ടല്? ഒരു വരട്ടലുമില്ല. എന്നെ മാധ്യമ പാഠം പഠിപ്പിക്കും വേണ്ട, അത്രേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ആട്ടുതുപ്പ് കേൾക്കണമെന്നാണോ? നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? മനസ്സിലായില്ലേ? അത് പറയുമ്പോ അങ്ങനെ ചോദിക്കുന്ന തിട്ടൂരൊന്നും ഇവിടെ ഇറക്കാൻ പറ്റില്ല. ആദ്യം നിന്റെ ഷോ നിർത്തും. തിട്ടൂർ ഇവിടെ ഇറക്കാൻ പറ്റില്ല ശ്രീ ഷഫീർ, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. അത് ഏത് അയ്യപ്പദാസ് ആയാലും ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കാനുള്ളതേ ചോദിക്കാവൂ. ഇല്ലെങ്കിൽ തല വെട്ടിക്കളയോ? ഒന്ന് പോണം മിസ്റ്റർ. ഊച്ചാളിത്തരം പറയരുത്. ചാനൽ ചർച്ചയിൽ ആങ്കറായിട്ട് വന്നിരുന്നിട്ട് ശ്രീ ഷഫീറെ, ഊച്ചാളിത്തരോ? നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു. ഒരു സെക്കൻഡ്, ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഏത് ചോദ്യം ചോദിച്ചാൽ അത് പറഞ്ഞിട്ട് പോയാൽ മതി. നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത പദപ്രയോഗം ഉപയോഗിക്കണ്ട. ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന ഞാൻ ഉപയോഗിച്ചോ? അത് അതിന്റെ വഴിക്കാൻ കിട്ടും. ഞാൻ ഉപയോഗിച്ചോ? ഞാൻ പറഞ്ഞത് ചോദിക്കാൻ പാടില്ല ചോദിക്കാവുന്നത്. ഞാൻ എന്ത് ചോദിച്ചോ? അല്ലാതെ കേൾക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി കണ്ടാ പോരെ. താങ്കൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കും. ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഏത് ചോദ്യമാണ് ചലഞ്ചായിട്ട് വെക്കാണ്. ഒന്നും മിണ്ടാതിരിക്കടാ, തലയ്ക്ക് സ്വൈര്യം തരില്ലെന്ന് വെച്ചാ. ഒരു മാധ്യമ പ്രവർത്തകൻ തന്റെ അതിഥിയായി വരപ്പെടുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയെ താൻ ആര് എന്ന് ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഞാൻ ആവർത്തിക്കുന്നു. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില അതായിരുന്നു പ്രശ്നം. താൻ ആരാ എന്ന് ചോദിക്കാനുള്ള അവകാശം അതാണോ പ്രശ്നം? അങ്ങനൊന്നും പറഞ്ഞ് ഞാൻ ശീലിച്ചിട്ടില്ലേ. അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. ഇല്ല, താനായിരുന്നു വന്നാൽ ഞാൻ അങ്ങോട്ട് ക്ഷമ ചോദിക്കണം. എന്റെ നാവുന്നത് വന്നിട്ടില്ല. ക്ഷമ ചോദിക്കണം. പാടില്ല. ഇനി ഇതുപോലെ കാണിക്കൂ. സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ സദാശിവ മാമന്റെ അടുത്ത് വിളിച്ചു പറയും. നിങ്ങളുടെ ചർച്ചയിൽ വന്ന ഒരാളോട് താൻ പോ എന്നൊക്കെ പറയുന്നത് ആ സംസ്കാരമേ അവസാനിപ്പിച്ചോ? എന്റെ നാവങ്ങ് ചൊറിഞ്ഞേറി വന്നതാ. പിന്നെ ഈ സ്ഥാപനത്തിൽ വരുന്നവരോട് മോശമായിട്ട് പെരുമാറുന്നത് കരുതിയാ ഞാൻ ഇറങ്ങിയത്.